ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് എവിടേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് നൈറ്റ് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ആ നമ്മുടെ പാലക്കാട് നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും ചേച്ചി ഏട്ടൻ. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇവിടെ അയിലും പാലക്കാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഇത് കേട്ടോ. കപ്പിൾസായിട്ടും വരാം. നൈറ്റാണ് ഇവിടെ ഇത് കേട്ടോ. എന്താ പിള്ളേർക്കൊക്കെ കളിക്കാൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതെ, നമുക്ക് കളിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തെ പാരൻസ് ഒക്കെ വന്നാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. 10 രൂപയാണ് എൻട്രി ഫീസ്. 10 രൂപയ്ക്ക് ഇതൊക്കെ കാണുന്നത് ശരിക്കും വെർത്താണ് കേട്ടോ. പക്ഷേ ഇതിനകത്തേക്ക് ഒക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ ഫീസ്. ഇപ്പം എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനില്ലേ അച്ഛൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇടാൻ വേണ്ടി ചെന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഉണ്ട് ഗൈസ് ഇവിടെ ഫുള്ള് ക്രൗഡാണ്. അപ്പോഴാണ് പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല, എല്ലാവരും പോയി കഴിഞ്ഞ്. ഇവൻ്റെ കാമുകിനെ വിളിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടോ, പ്രയോറിറ്റി അവിടെ അതാണ് വേണ്ടത് നമുക്ക്. പിന്നെ അവിടെ 2 പേര് ഏട്ടൻ ചേച്ചി നിർത്തുന്നുണ്ട്. ഞാൻ പിന്നെ അനാഥയായതുകൊണ്ട് അനാഥ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, മൊത്തത്തിൽ ഞങ്ങളിവിടെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്ന് മാത്രമല്ല എന്തോ കവറെടുക്കാൻ പോകണ്ടോന്ന്. അതെ, നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഫുഡാണ് നമ്മുടെ മെയിൻ പർപ്പസ്. പക്ഷെ നമ്മളെന്തോ ഇങ്ങോട്ടേക്ക് കയറി. പക്ഷെ ഞാൻ കണ്ടോ അണ്ണൊന്നും എഴുതിയിട്ടില്ല. ഇവൻ്റെ മുതലാക്കണം ഗൈസ്. ഇവിടെ ഉണ്ട്, ഇവൾക്ക് അതിൽ കയറണം എന്നാണ് പറയുന്നത്. 500 രൂപ കൊടുത്താൽ നിന്നെ അതിൽ കയറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇവിടെ അത്രക്കൊന്നും ഈ ട്രെയിനിൽ കയറാൻ 100 രൂപ കൊടുക്കണം. പിള്ളേരുമായിട്ട് വന്നാൽ വെർത്താണ്. ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ ഇത് ഷോപ്പും കാര്യങ്ങളും. നമ്മൾ ഇവിടുന്ന് ബൈ ബൈ എന്ന് പറഞ്ഞേ പോവുകയാണ് കേട്ടോ. അപ്പം അത്ര നേരം നമ്മളിവിടെ നിന്നില്ലായിരുന്നു. അപ്പം ഏകദേശം ഇപ്പം സമയം 8:19 അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങാനുള്ള സമയം, ഫുഡ് കഴിച്ചിട്ട് പോകാൻ. പിന്നെ നാളെ എനിക്ക് പോകണമല്ലോ. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഉള്ളതെന്ന് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ വരും കേട്ടോ. അപ്പം നമ്മളവിടെ നേരെ ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പാർക്ക് ചെയ്ത് അവിടേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് അടിക്കാനാണ് കേട്ടോ. നെഹ്ദിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൺഡേ എടുത്ത വീഡിയോ ആണെന്ന്. പിന്നെ അങ്ങോട്ട് നമ്മൾ മുകളിൽ കയറി നോക്കുമ്പോൾ അവിടെ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 പേര് മാത്രമേ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അപ്പം നമ്മളിതാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവൻ്റെയൊക്കെ ഒരു യോഗവേദ വീഡിയോ കോളൊക്കെയാണ്. എന്തപ്പം നടക്കണം ഈ കൊച്ചു കേരളത്തിൽ. ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങോട്ട് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുഡും വരുന്നില്ല. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ, അതായത് മൺഡേ എനിക്ക് ഓഫീസിലേക്കും പോകണമല്ലോ. ഇന്നാണെങ്കിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പറഞ്ഞ് നടന്ന് ഫുള്ള് ടയേർഡായി. എനിക്ക് ഉറക്കം കൂടെ വരുന്നുണ്ട് നേരത്തെ കാലത്ത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊന്നും വരാറില്ല. ഞാൻ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ കുറേ നേരമാവും. പക്ഷെ എന്തോ ബോഡി ഫുള്ളും ടയേർഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഫുഡ് വരുന്നില്ല. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ അനിയൻ നോക്കണം. അപ്പം ഫുള്ള് സീനാണ്. ഞാൻ ലൈറ്റ് നോക്കിയുള്ള ഇവിടെ പക്ഷേ പാളിപ്പോയി അപ്പുറത്താണ് ലൈറ്റ്. ഞാനിങ്ങനെ മയോണൈസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ. പിന്നെ ഇതാ നമ്മൾ കാത്തിരുന്ന കനി എത്തിയിട്ടുണ്ട് മക്കളെ. മന്തിയാണ്. ചേട്ടായി പണി തുടങ്ങി മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ നേരെ കാറിൽ കയറി വീട്ടിലേക്ക്. കണ്ട ഇപ്പോഴും ഫുള്ള് തിരക്കാണ് കേട്ടോ. അവിടെ എന്താന്ന് അറിയുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ പാർസലടിച്ച് വീട്ടിൽ പോയിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മറ്റേ ഇത് കഴിക്കാനായിട്ട് ജീരകം മിഠായിക്ക്
പക്ഷേ ഞാൻ ഇങ്ങനെ വേറെ വല്ലവരും ചവയ്ക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ തനിയൻ അവൻതോ കോള് നിർത്തുന്നേ ഇല്ല. അതാ പിന്നെ കാറിൽ കയറി നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വീടെത്തി വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഒന്നും നിന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഡ്രസ്സ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു, ഞാൻ അങ്ങോട്ട് കിടന്നു. അപ്പോൾ ഇത്രയോളത്തെ വീഡിയോ. താങ്ക് യു.